രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഏറ്റവും ക്രൂരമായി അവർ കീഴടക്കിയ നാടുകളിലെ ജനങ്ങളോട് ഇടപെട്ട ഒരു രാജ്യം ജപ്പാനായിരുന്നു. മനസ്സിലായില്ലേ? ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവരെ കീഴടക്കിയ നാടുകളെല്ലാം കൊന്നൊടുക്കിയത്. ഏറ്റവും ക്രൂരമായ ആളുകളോട് പെരുമാറിയ ഒരു ജനസമൂഹം. എന്നാൽ ഇന്ന് നിങ്ങൾ ജപ്പാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറാൻ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ താണ് തൊഴുത് കയറ്റി ട്രെയിനകത്തേക്ക് കയറ്റാൻ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണുക. ട്രെയിനിൻ്റെ വാതിൽ തുറന്ന് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവിടെ നിങ്ങളെ വണങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണുക. ട്രെയിനിനകത്തേക്ക് ടിക്കറ്റ് പരിശോധിക്കാൻ വരുന്നതിന് മുമ്പ് ആ ബോഗിയുടെ ഒരറ്റത്ത് നിന്ന് അവിടെ ഇരിക്കുന്ന എല്ലാ യാത്രക്കാരെയും നമസ്കരിച്ച് വണങ്ങിയിട്ട് മാത്രം ടിക്കറ്റ് പരിശോധിച്ച് തുടങ്ങുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ അതിക്രൂരന്മാരായ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കീഴടക്കലുകാരായിരുന്ന ജാപ്പനീസിൽ നിന്ന് ഇത്രയും ആളുകളെ ആദരിക്കുന്ന മനുഷ്യരാക്കി മാറ്റിയെങ്കിൽ അവിടുത്തെ ഒരു പരിശീലനം, അവിടുത്തെ ഒരു സിസ്റ്റവും, അവിടുത്തെ ഒരു ഭരണ സംവിധാനവും അല്ലേ? ആ സംവിധാനം ഇവിടെ ഉണ്ടാവാതെ എത്ര പുതിയ ട്രെയിൻ മേടിച്ചിട്ടാലും ബുള്ളറ്റ് ട്രെയിൻ മേടിച്ചിട്ടാലും ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും.